ഓർമ്മ വരുന്നത്. കേരളത്തിൽ ആദ്യമായി ഒരു മുസ്ലിം തീവ്രവാദി സംഘടനയുടെ പേര് ഉയർന്നു കേട്ടത് ഈ ഉസ്താദിന്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ടാണ്. സുന്നി ടൈഗേഴ്സ്. കേരളത്തിൽ ആദ്യമായി ഭീകരവാദ സ്വഭാവമുള്ള ഒരു തട്ടിക്കൊണ്ടുപോകലും ഇല്ലാതാക്കലും ഉയർന്നു കേട്ടതും ആ സംഘടനയുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ചേകന്നൂർ കേസ്. ഇതെല്ലാം മറികടന്നാണ് ഉസ്താദിന്റെ ശാന്തിയാത്ര തുടരുന്നത്. കെ സുന്നികളെ വഞ്ചനാ കുറ്റത്തിന് നരകത്തിലാക്കാൻ വാദിച്ചു വരികയാണ് കാന്തപുരം. ഉസ്താദിന് അതിന് കഴിയും എന്ന് തന്നെയാണ് അണികൾ വിശ്വസിക്കുന്നത്. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല ഇവിടെ ജീവിക്കുന്നില്ല. കാര്യങ്ങൾ അള്ളാഹുവും ഉസ്താദും നേർക്കുനേരായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഒരിടം കാന്തപുരത്തിന്റെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ കച്ചവടം കേരളത്തിലായി. പാകിസ്ഥാനിലായിരുന്നെങ്കിൽ പ്രവാചക നിന്ദയ്ക്ക് ഏറ്റവും മിനിമം ശിക്ഷ തല കൊയ്യലാണ്. തല പോയാൽ പിന്നെ മുടി വിൽക്കാൻ പറ്റില്ലല്ലോ.